ഹലോ ഗൈസ്, ആഘോഷത്തിന്റെ ദിവസമാണ് ഇന്ന് നാളെയും. കാവങ്കൽ ഉത്സവമാണ്. ഇന്ന് തെക്കേച്ചേരുവാരത്തിന്റെ ഉത്സവവും നാളെ വടക്കേച്ചേരുവാരത്തിന്റെയാണ്. രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് കണ്ണന്തിരിമി നേരെ ഇറച്ചിക്കടയിലേക്കാണ് വന്നത്. 2 കിലോ നല്ല ബീഫും വാങ്ങി വീട്ടിൽ കൊടുത്തിട്ട് ചിക്കൻ വാങ്ങിക്കാൻ പോയി. ഇവിടെ നിന്നാണ് വൈകിട്ട് വേലപ്പടയെന്ന് തുടങ്ങുന്നത്. കോഴിക്കടയിൽ ചെന്ന് അതും വാങ്ങി 2 കിലോ. അവിടെ നിന്ന് നേരെ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെണ്ടകൊട്ട് കേട്ടത്. പിന്നെ കഴിച്ചുകൊണ്ടിരുന്ന പകുതി കിട്ടിയിട്ട് ചെണ്ടകൊട്ട് കാണാൻ നേരെ ഇറങ്ങി ഓടി. വൈകിട്ടത്തെ മേളത്തിനുള്ള ഫുൾ ടീമുണ്ട്. ഇപ്പോൾ അറിയിപ്പ് കേട്ടാൻ വേണ്ടി വന്നതാണ്. അവരവിടെ ഒരു അരമണിക്കൂർ നിന്ന് കൊട്ടി. അണ്ണൻ അവിടെ നിന്ന് അതും കണ്ടിട്ട് ഫ്രൂട്ട്സും വാങ്ങി വീട്ടിലേക്ക് വന്നു. ബീഫ് തിളക്കാൻ തുടങ്ങി. ചിക്കൻ ഫ്രൈ ആവാനുള്ള തയ്യാറെടുപ്പിലാണ്. അണ്ണൻ തണ്ണിമത്തിനടുത്ത് ജ്യൂസ് ഉണ്ടാക്കി. ചെണ്ടകൊട്ട് കഴിച്ചിട്ട് ലോബ് അടുപ്പിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. പിന്നെ തണ്ണിമത്തം കാണിച്ച് വശീകരിച്ച് പുറത്തിറക്കി. അണ്ണൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല കേട്ടോ, ജ്യൂസ് കിടിലം. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഗിറ്റാറും വായിച്ചിട്ട് ക്ലീനിങ്ങും കഴിഞ്ഞ് കുക്കിങ്ങിലേക്ക് കയറി. വല്യമ്മ സമയം കൊണ്ട് നെയ്ച്ചോറ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അണ്ണൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ചിക്കൻ 65 ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഒരു 45 ആയപ്പോഴേക്കും ചോറ് കഴിക്കാൻ സമയമായി. റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിരുന്നപ്പോൾ ചെണ്ടകൊട്ട് കേൾക്കാൻ തുടങ്ങി. സമയം 3:30 കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇത്ര നാൾ കാത്തിരുന്ന് വേലപടിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അണ്ണൻ നിന്ന് തുള്ളി പൊളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ്. ഇനി ഏതെങ്കിലും കമ്പനിക്കാരെ കൂടി കിട്ടിയാൽ മതി. സമയം കൃത്യം 4 മണിയായപ്പോൾ തന്നെ പടയന് പുറപ്പെടാൻ തുടങ്ങി. അണ്ണൻ ചാർജ് ആവാൻ തുടങ്ങി. പക്ഷെ ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. ഈ ചേട്ടൻ നോക്കിയോ, ഈസ് ദ ഷോ സ്റ്റീലർ. ആളുടെ തുള്ളുന്ന ഒരു രക്ഷയില്ല. അന്തമാര് വൈബ്. ഇതിനൊക്കെ പറ്റി എങ്ങനെ വിവരിക്കണമെന്നാണ് അറിയില്ല. ഇതൊക്കെ കണ്ടപ്പോൾ വീണ്ടും ചാർജായി. പക്ഷെ തുള്ളാതെ അങ്ങനെ കടിച്ചു പിടിച്ച് നിന്നു. അപ്പോഴാണ് മമ്മി വരുന്നത്. ഡാഡിയൊക്കെ ഫുൾ ഓൺ. അത് കണ്ടിട്ട് മമ്മി ചിരിയോ ചിരി. ആദ്യമായിട്ടാണ് ഡാഡി ഇങ്ങനെ ചെണ്ടകൊട്ടിനൊക്കെ തുള്ളുന്നത്. ദേ വരും നമ്മുടെ ഇന്നത്തെ കമ്പനി. നേരത്തെയുള്ള ഐബിയാട്ടിനെ കഴിഞ്ഞാൽ പിന്നെ മച്ചാനാണ് കാവങ്കലെ മെയിൻ തുള്ളുകാരൻ. പടയണിയോടൊപ്പം വേറെ കലാരൂപങ്ങളും ഉണ്ട്. ഫീനിക്സ് ഡാൻസ്, ലോട്ടസ് ഡാൻസ്, ഡ്രാഗൺ ഡാൻസ്, പിന്നെ ദേ ഈ ഐറ്റം ശിങ്കാരക്കാവടി. ഇത് കാണാൻ ഭയങ്കര വൈബാണ്. സ്റ്റെപ്പ് വെച്ച് മച്ചാന്മാരോടി ആശുപത്രിയുടെ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ പതിയെ പടയണി ഗ്രൗണ്ടിലേക്ക് എടുക്കാൻ തുടങ്ങി. തുള്ളുന്ന ആളെണ്ണം കൂടി വന്നു. ഗ്രൗണ്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മളും പതിയെ സ്റ്റെപ്പ് ഇടാൻ തുടങ്ങി. പക്ഷേ ഒരു പണി കിട്ടി. സ്റ്റെപ്പിടലും വീഡിയോ എടുക്കലും ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നാണ് മുണ്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് മുണ്ടും മാനേജ് ചെയ്യണം. പറ്റുന്ന പോലൊക്കെ വീഡിയോ എടുക്കാൻ നോക്കി. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അണ്ണൻ ആലോചിച്ച് നോക്കിയപ്പോൾ വീഡിയോ എടുക്കുന്നതിനേക്കാളും വെയിറ്റ് ലിവ് ഇൻ ദ മൊമെന്റ് ആയിരുന്നു. അതുകൊണ്ട് ഫോൺ തുള്ളാത്തവരുടെ കൊടുത്തിട്ട് അണ്ണൻ പോയി തുള്ളി തകർത്തു. പടയണി അമ്പലത്തിനുള്ളിൽ കയറി 3 വലത്ത് വെക്കും. ഒരു 1.5 മണിക്കൂർ എടുക്കുന്നത് കംപ്ലീറ്റ് ആവാൻ. അങ്ങനെ 3 മണിക്കൂർ തുള്ളി തിമിർത്ത് വെള്ളം കുടിച്ചിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് പോയി. ഇവിടെ ഒരു ബാൻഡിന്റെ പെർഫോമൻസ് ആണ്. പരിപാടി വലിയ സുഖമൊന്നുമില്ലായിരുന്നു. പക്ഷെ ചാർജായി നിൽക്കുന്നതുകൊണ്ട് മെലഡി പാടിയാലും നമ്മൾ തുള്ളുന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ ഒരു 3/4 മണിക്കൂർ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അതോടുകൂടി പരിപാടിയും തീർന്നു. സമയം 8 മണിയാകുന്നേ ഉള്ളൂ. മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി അമ്പലത്തിന്റെ അകത്തേക്ക് ഓടുമ്പോഴാണ് ഇവന്മാരെ കണ്ടത്. നാളുകൾക്ക് ശേഷം കാണുന്നതിന്റെ സ്നേഹപ്രകടനമായിരുന്നു. എല്ലാവരും തുള്ളി ഹൈ ആയി നിൽക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് കെട്ടിപ്പിടുത്തം ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ മഴ വീണ്ടും കൂടി. ഇനി ഈ സ്റ്റേജിൽ ഒരു ഗാനമേള കൂടി നടക്കാനുണ്ട്. മഴ ഇങ്ങനെയാണെങ്കിൽ അതും പാളും. മുണ്ടെടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട്. പിന്നെ മഴ മാറുമെന്നുള്ള പ്രതീക്ഷയിൽ മഴ കൊള്ളാതെ എല്ലാവരും കൂടി നടപ്പന്തലിൽ കയറി നിന്നു. ഈ സമയത്തോടെ അരിക്കുത്ത് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതും കണ്ട് സംസാരിച്ച് സമയം തള്ളി നീക്കി. സമയം 8 മണിയായി, 8:30 ആയി. മഴ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അവസാനം 8:30 കഴിഞ്ഞപ്പോൾ ഗാനമേളക്കാർ പാട്ട് പാടാൻ തുടങ്ങി. പിന്നീട് നടന്നത് ചരിത്രം. ആരും മഴയൊന്നും മൈൻഡ് ചെയ്യാണ്ട് ചവിട്ടി പൊളിക്കാൻ തുടങ്ങി. ഈ ഒരു തുള്ളൽ വൈബിന് വേണ്ടി വന്നവർക്ക് ഓക്കെയാണ്. പക്ഷേ ശരിക്കും പണി കിട്ടിയത് ഇരുന്ന് കാണാൻ വേണ്ടി വന്നവർക്കാണ്. പരിപാടി അങ്ങനെ 10 മണി വരെ തുടർന്നു. ബാക്കി നാളെ. അപ്പോൾ ബൈ.